ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് ഒരു പയർ കറിക്ക് വേണ്ടിയാണ്. ഇതിലേക്ക് കുറച്ച് പയർ കുക്കറിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടി തന്നെ തക്കാളി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ചതച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തോടോടെ ഉള്ളതാണ്, എങ്കിലേ അതിനൊരു ടേസ്റ്റ് ഉള്ളത്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, ഗരം മസാല പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ശകലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യാനുസരണമാണ് ഇടേണ്ടത്. ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി കുക്കറിനെ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് ഒരു 3 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കണം. അത് 3 വിസിൽ കഴിഞ്ഞതിന് ശേഷം അത് അങ്ങനെ തന്നെ ഇരിക്കണം. അത് തണുത്തതിന് ശേഷം മാത്രമേ തുറന്ന് നോക്കാവൂ. ഇത് എയറെല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കിയതാണ്. എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിനെ ഇനി ഒരു കറണ്ട് വെച്ച് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം, അതൊന്ന് ഉടച്ചു കൊടുക്കണം. ഇതിലേക്ക് വെള്ളം കുറവാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിനി തേങ്ങാപ്പാലാണ് ചേർക്കാൻ പോകുന്നത്. ഇത് കട്ടി തേങ്ങാപ്പാൽ. അതിനെ ഒന്ന് സിമ്മിലാക്കി വെച്ചതിന് ശേഷമാണ് ഇത് ചേർത്തെടുക്കുന്നത്. തിളയ്ക്കാൻ പാടില്ല. ചെറുതാവൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് സ്റ്റൗവിന് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇതിപ്പം കുറച്ച് വെള്ളമായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനി താളിച്ചിട്ടതിന് ശേഷം നമ്മൾ അടച്ചു വയ്ക്കുമ്പോൾ അത് കട്ടിയായിക്കൊള്ളും. ഇത്രയും മതി. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കറണ്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ശാല എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. താളിപ്പിന്നെ എടുത്ത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നല്ലൊരു കറിയാണ്. ദോശയ്ക്ക്, ചപ്പാത്തിക്ക്, പുട്ടിന് എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാൻ നല്ലൊരു കറിയാണ്. ഇത് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം. ബൈ ബൈ.